നമസ്കാരം. അടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് സ്വാഗതം. കാസർഗോഡ് ജില്ലയിലെ പ്രധാനപ്പെട്ട 4 അമ്പലങ്ങളിലൊന്നായ അടൂർ ശ്രീ മഹാലിംഗേശ്വര ക്ഷേത്രത്തിനടുത്തായിട്ടാണ് നമ്മുടെ ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. 5.5 ഏക്കർ വിസ്തൃതിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്കൂളില് 1543 വിദ്യാർത്ഥികളും 63 സ്റ്റാഫുകളുമാണുള്ളത്. 2 മാധ്യമങ്ങളാണ് ഈ സ്കൂളിലുള്ളത്, കന്നഡയും മലയാളവും. ഈ സ്കൂളിന് ചുറ്റും താമസിക്കുന്നവർ മലയാളം, കന്നഡ, തുളു, മറാഠി, കൊങ്കിണി തുടങ്ങിയ ഭാഷകൾ സംസാരിക്കുന്നവരാണ്. ನಮ್ಮ ಪಂಚಾಯತಿನ ಸದಸ್ಯರೇ ಮತ್ತು ಇಲ್ಲಿ ಬಂದಿರುವಂತಹ ಹರಿತ ವಿದ್ಯಾಲಯದ ಸರ್ವ ಸದಸ್ಯರು ಮತ್ತು ಮಕ್ಕಳು, ಅದೇ ರೀತಿ ಶಾಲೆ ಅಧ್ಯಾಪಕರಿಂದ ಇವರೆಲ್ಲರೂ ಕೂಡ ನಾನು ನಮ್ಮ ಶಾಲೆಯ ಪರವಾಗಿ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇನೆ. എൻ്റെ പേര് അഹമ്മദ് ജസീൽ എം. നമ്മുടെ സ്കൂളിൽ ലൈബ്രറി ഇതാണ്. വായനക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. ഉച്ചക്ക് 1:30 ഫ്രീ പീരീഡും ഒക്കെ ഞങ്ങൾ ഇവിടെ വന്ന് വായിക്കാറുണ്ട്. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്താൻ അവർക്ക് പാരമ്പര്യമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിലും ചെറുപ്പകാലങ്ങളിലെ അതിനെ കണ്ടുപിടിച്ച് ചികിത്സ കൊടുക്കാനാണ് ഇങ്ങനെ ഒരു ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. അതിനായി ഓരോ കുട്ടിക്കും ഇങ്ങനെ ഒരു ഹെൽത്ത് റെക്കോർഡ് ഞങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. ഇതിൽ ഒരു കുട്ടിയുടെ എല്ലാ വിവരങ്ങളും ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടിയുടെ ഫാമിലി ഹിസ്റ്ററി, കുട്ടികളുടെ ഇഞ്ചക്ഷന്റെ ഡീറ്റെയിൽസ്. English Club of our school has done many activities in our school. One of that, the Drizzles Learning Entertainer. Oh, how nicely they sing and chat. ഈ സ്കൂളിലെ ഇംഗ്ലീഷ് ക്ലബിന്റെ നേതൃത്വത്തിൽ ദ ഡ്രിസിൽസ് എന്ന ലേണർ എന്റർടൈൻമെന്റ് കൂടാതെ തന്നെ ആന്റി ടുബാക്കോ ഡേയുടെ പ്രാധാന്യത്തെ കൽപ്പിക്കുന്ന രീതിയിൽ ഈ സ്കൂളിന്റെ ആന്റി ടുബാക്കോ എന്ന ഒരു സിഡിയും ഈ സമയത്ത് സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. സമൂഹത്തിൽ പുകയിലക്കെതിരായ അമൃതവള്ളി, വെറ്റില, നന്നാറി, കയ്യോന്നി, തിപ്പലി തുടങ്ങിയ ഔഷധ സസ്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ അവ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നു. 2010 ജൈവവൈവിധ്യ വർഷത്തോടനുബന്ധിച്ച് ഇങ്ങനെ ശ്രദ്ധിക്കാതെ പോകുന്ന സസ്യങ്ങളെ കണ്ടെത്തി കോർത്തിണക്കി തയ്യാറാക്കിയ ഒരു ഔഷധത്തോട്ടമാണിത്. ಇದಾണ് ഞങ്ങളുടെ ಸ್ಕೂಲಿನ ಮಳೆವೆಳ್ಳ ಸಂಭರಣಿ. ಜಿಲ್ಲಾ ಪಂಚಾಯತ್ನ ಆಶ್ರಯದಲ್ಲಿ ಈ ಟ್ಯಾಂಕಿಯನ್ನು ನಿರ್ಮಿಸಲಾಗಿದೆ. ಇದರಲ್ಲಿ 3.5 ಲಕ್ಷ ಲೀಟರ್ ನೀರು ಹಿಡಿಯುವ ಸೌಲಭ್ಯವಿದೆ. സൗമ്യലക്ഷ്മി ഇപ്പൊ കന്നഡത്തിൽ പറഞ്ഞത് ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടെയാണ് ഞങ്ങൾ ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിന് 3.5 ലക്ഷം ലിറ്റർ വരെ സംഭരണ ശേഷിയുണ്ട്. ഇതാണ് നമ്മുടെ സ്കൂളിന്റെ ബ്ലോഗ്. സ്കൂളിന്റെ ബ്ലോഗിൽ ധാരാളം ലിങ്കുകൾ ഞങ്ങൾ സജീവമാക്കിയിട്ടുണ്ട്. സ്കൂളിൽ നടക്കുന്ന വിവിധ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഈ ബ്ലോഗിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ಸುಸಜ್ಜಿತವಾದ ಸೈನ್ಸ್ ಲ್ಯಾಬ್ ಇದಕ್ಕೆ ಜೋಕ್ಲೆ ನಿರ್ಮಿಸಿದ ഉപകരണങ്ങൾ സുമാറ് പ്രദർശിച്ചിട്ടുണ്ട്. ചന്ദ്രാവതി ഇപ്പോൾ തൊഴിൽ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായോ? ഇത് നമ്മുടെ സയൻസ് ലാബ്. സയൻസുമായി ബന്ധപ്പെട്ട് കുട്ടികൾ നിർമ്മിക്കുന്ന ഉപകരണങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഇതിലൂടെ പഠനം എളുപ്പമാക്കാൻ സഹായിക്കും. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് സിഡിറ്റും ITI സ്കൂളും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഹരിത വിദ്യാലയം വിദ്യാഭ്യാസ റിയാലിറ്റി ഷോ ഷൂട്ടിംഗ് സംഘം നമ്മുടെ സ്കൂളിലെത്തി. ഇതാണ് ഞങ്ങളുടെ സ്കൂളിലെ സാമൂഹ്യശാസ്ത്ര മൂല. സാമൂഹ്യശാസ്ത്രം സംബന്ധമായ ഭൂപടങ്ങളും ചാർട്ടുകളും അറ്റ്ലസ് തുടങ്ങിയവയും ഇവിടെ പ്രദർശിപ്പിക്കുന്നു. ഈ പദ്ധതിയുടെ പേരാണ് പൂമുട്ടുകൾ. ഇതിന്റെ പ്രധാന പ്രവർത്തനങ്ങളിലൊന്ന് പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ ആഴ്ചയിൽ ഒരിക്കൽ ക്ലാസ് കൈകാര്യം ചെയ്യുകയും അതോടൊപ്പം ദുശ്ശീലങ്ങൾ പ്രധാനമായിട്ടും വരുന്നത് നമ്മുടെ സമൂഹങ്ങളിൽ നിന്ന് തന്നെയാണ്. ആ സമൂഹങ്ങളിലെത്തി അവർക്ക് വേണ്ട ബോധവൽക്കരണം നടത്തുക എന്ന ഒരു ഉദ്ദേശവും ഇതിന്റെ പിന്നിലുണ്ട്. സ്കൂളിലെ പാൻ മസാല പോലുള്ള പുകയ ഉൽപ്പന്നങ്ങൾ
ഉപയോഗിക്കുന്ന കുട്ടികളെ കണ്ടെത്തുന്നതിന് സ്കൂളിലെ രഹസ്യമായി പ്രവർത്തിക്കുന്ന ഒരു കുട്ടികളുടെ സംഘമാണ് ആന്റി ഡ്രഗ് ഫോഴ്സ് അഥവാ ADF. ഞങ്ങളുടെ സ്കൂൾ ഒരു ഗ്രാമീണ അതിർത്തിയിൽപ്പെട്ട ഒരു സ്കൂളാണ്. അപ്പോൾ കൂടുതൽ പേര് മലയാളമേ അറിയുള്ളൂ. അപ്പോൾ പുറത്ത് നാട്ടിൽ പോയാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇടപെടാൻ വേണമെങ്കിൽ ഇംഗ്ലീഷ് വേണം. അവരുടെ ഇംഗ്ലീഷ് പഠിത്തത്തെ വീണ്ടും ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ക്ലബ്ബ് തുടങ്ങിയിരിക്കുന്നത്. My name is Aslam. I am studying 9th C standard. My class teacher name is Madhavan sir. My best language is English. My ambition is be writer. ഈ കേട്ട ഇംഗ്ലീഷ് ചിലപ്പോൾ നിങ്ങളെ ചിരിപ്പിച്ചിട്ടുണ്ടാകും. വ്യാകരണങ്ങളും പ്രയോഗങ്ങളുമൊക്കെ തെറ്റിയിട്ടുണ്ട് എവിടെയൊക്കെയോ. എങ്കിലും ഈ മുഖങ്ങളിൽ കാണാത്ത ഒന്നുണ്ട്, ഭയം. ഇത് തന്നെയാണ് വിദ്യാഭ്യാസത്തിന്റെ ആത്യന്തിക ലക്ഷ്യവും.